everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC HSST Mathematics 2016 question paperയുടെ solution ആണ്. So first question നോക്കാം. Question 31. The area of a triangle is equal to that of a square whose side measures 60 meter. The side of a triangle whose corresponding altitude is 90 meter. സോ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. ട്രയാങ്കിളുടെ ആൾട്ടിറ്റ്യൂഡ് 90 മീറ്റർ ആണെങ്കിൽ ട്രയാങ്കിളുടെ ബേസിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. B എന്ന് പറയുന്നത് ബേസും H എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡിൻ്റെ ഹൈറ്റും ആണ്. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് A സ്ക്വയർ ആണ്. A എന്ന് പറയുന്നത് സൈഡ് സ്ക്വയറിൻ്റെ സൈഡ് ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ തന്നിട്ടുള്ളത് ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അതിന് ഞാൻ P ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സ്ക്വയറിൻ്റെ സൈഡ് ഞാൻ A ആയിട്ട് എടുക്കുകയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ആൻഡ് ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് H ആയിട്ട് എടുക്കുകയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈഡ് ഓഫ് ട്രയാങ്കിൾ ദാറ്റ് ഈസ് B എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ P ഡിനോട്ട് ചെയ്യുന്നത് ഇംപ്ലൈ ചെയ്യുന്നത് ഹാഫ് BH ഈക്വൽ ടു A സ്ക്വയർ ബൈ കോൺസെപ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ BHും Aയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാഫ് B ഇൻറ്റു 90 ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടുന്നത് 80 ആണ്. സോ 80 മീറ്റർ ആണ് നമ്മുടെ സൈഡ് ഓഫ് ട്രയാങ്കിൾ. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. Next question, question 32. The height of an arc of a circle is 10 cm and its diameter is 12.5 cm. The chord of the arc is of length. സോ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ആർക്കിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണ്. സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 12.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആർക്കിൻ്റെ കോഡ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നോക്കാം. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നിരിക്കുന്നത് ഞാൻ ഫിഗറായിട്ട് ഡിനോട്ട് ചെയ്യേണ്ട. സോ നമുക്ക് തന്നിട്ടുള്ളത് ഹൈറ്റ് ഓഫ് ആർക്ക് എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ ആർക്ക്. ബി ആണ് നമ്മുടെ ആർക്ക്. അതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 10 ആണ്. സോ CA എന്ന് പറയുന്നത് 10. ആൻഡ് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ CD എന്ന് വെച്ചാൽ എൻ്റെ ഡയമീറ്റർ ആണ്, അത് 12.5 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഡ് ലെങ്ത് ആണ്. ആർക്കിൻ്റെ കോഡ് ലെങ്ത് വെച്ചാൽ B ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ നമുക്ക് ഫിഗറിന് കിട്ടുന്നത് OC ഈക്വൽ ടു OB എന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ ഡയമീറ്ററിൻ്റെ പകുതി. സോ 12.5/2 6.25 എന്ന് കിട്ടും. OC ഈക്വൽ ടു OB എന്ന് വെച്ചാൽ 6.25 എന്ന് കിട്ടും. ഇപ്പോൾ OA എന്ന് വെച്ചാൽ CA എന്ന് OC മൈനസ് ചെയ്യണം. CA എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് ഓഫ് ആർക്കാണ് 10. OC എന്ന് വെച്ചാൽ റേഡിയസ് ആണ് 6.25. സോ 10 മൈനസ് 6.25 ചെയ്യാൻ നമുക്ക് OAയുടെ ലെങ്ത്ത് 3.75 എന്ന് കിട്ടും. നമുക്ക് ബിയുടെ ലെങ്ത് ആണ് വേണ്ടത്. B എന്ന് പറയുന്നത് 2 times BA ആണ്. സോ ഫസ്റ്റ് നമ്മൾ BA കണ്ടുപിടിക്കുകയാണ്. സോ ബൈ പൈതഗോറസ് തിയറം BA എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 6 OB സ്ക്വയർ മൈനസ് OA സ്ക്വയർ എന്ന് കിട്ടും. സോ OBയും OAയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് BA കിട്ടും. BAയുടെ ട്വൈസ് ആയിരിക്കും BE. സോ B എന്ന് പറയുന്നത് 2 times √25 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ B എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതാണ് നമ്മുടെ കോഡ് ലെങ്ത്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 33. A sphere of radius 4 cm is carved from a homogeneous sphere of radius 8 cm and mass 160 gram. The mass of the small sphere is. നമുക്കൊരു ഹോമോജീനിയസ് സ്പിയർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ 8 സെൻറ്റിമീറ്ററും മാസ് എന്ന് വെച്ചാൽ 160 gram ആണ്. ആ ഹോമോജീനിയസ് സ്പിയറിൽ നിന്ന് നമ്മളൊരു ചെറിയ സ്പിയർ കാവ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ ആണ്. സോ ആ സ്മോൾ സ്പിയറിൻ്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നോക്കാം. സോ വോളിയം ഓഫ് സ്പിയർ എന്ന് വെച്ചാൽ 4/3 πr³ ആണ്. R എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ആയിരിക്കും.
ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് തന്നിട്ടുള്ളത് ഹോമോജീനിയസ് സ്പിയറിൻ്റെ റേഡിയസ് R1 = 8, മാസ് M1 = 160 ആണ്. ഈ സ്പിയറിൽ നിന്ന് നമ്മളൊരു ചെറിയ സ്പിയർ കാവ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ റേഡിയസ് ഞാൻ R2 ആയിട്ട് ഡിനോട്ട് ചെയ്യണം, =4. ഈ ചെറിയ സ്പിയറുടെ മാസ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ M2 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. സോ ഇപ്പോൾ വോളിയം ഓഫ് ഹോമോസ്പിയർ V1 ബൈ വോളിയം ഓഫ് സ്പിയർ സ്മോൾ സ്പിയർ V2 ആയിട്ട് എടുക്കുകയാണ്. രണ്ടും ഡിവൈഡ് ചെയ്യാണ്. അതെന്ന് പറയുന്നത് ബൈ കോൺസെപ്റ്റ് 4/3 പൈ R1³ ബൈ 4/3 പൈ R2³ ആണ്. സോ ഇവിടെ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് V1 ബൈ V2 എന്ന് പറയുന്നത് R1 ബൈ R2³ എന്ന് കിട്ടും. ദാറ്റ് ഈസ് V1 ബൈ V2 എന്ന് പറയുന്നത് R1 R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 8/4³ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2³ എന്ന് കിട്ടും. ദാറ്റ് ഈസ് V1 ബൈ V2 എന്ന് പറയുന്നത് 2³ ആണ്. സോ ഇവിടെ നമ്മൾ യൂണിഫോം ഡെൻസിറ്റി അസ്യൂം ചെയ്യാണ്. സോ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ആണ്. സോ യൂണിഫോം ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഈക്വൽ ഡെൻസിറ്റി ആയിരിക്കും. സോ M1 ബൈ V1 = M2 ബൈ V2 ആയിട്ട് എടുക്കുകയാണ്. സോ ഇതിനെ നമ്മൾ മാസിന് ഒരു സൈഡും വോളിയത്തിന് ഒരു സൈഡും വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് M1 ബൈ M2 = V1 ബൈ V2 എന്ന് കിട്ടും. V1 ബൈ V2 നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2³. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M1 നമുക്ക് തന്നിട്ടുണ്ട് 160. സോ ഇതിൽ നിന്ന് നമുക്ക് M2 കാൽക്കുലേറ്റ് ചെയ്യാം. M2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 gram ആണ്. സോ സ്മോൾ സ്പിയറിൻ്റെ മാസ് എന്ന് വെച്ചാൽ 20 gram ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4th one ആണ്. Next question, question 34. A pendulum swings through an angle of 30 degrees and describes an arc 8.8 cm in length. The length of the pendulum is. Use pi is equal to 22/7. നമുക്കൊരു പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം ഒരു 30 ഡിഗ്രി ആംഗിളിൽ കൂടിയാണ് സ്വിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ആർക്ക് താഴെ ഒരു ഫോം ചെയ്യേണ്ട. ആർക്കിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 8.8 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെൻഡുലത്തിലെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈ എവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 22/7 ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ θ/360 × 2πr. തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ഡിഫൈൻ ചെയ്യുന്നത്, ആൻഡ് ആർ എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ തന്നിട്ടുള്ളത് ഒരു പെൻഡുലം ഇങ്ങനെ സ്വിങ് ചെയ്യുന്നുണ്ട്. സോ OA നിന്ന് OBയിൽ സ്വിങ് ചെയ്യുമ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണ്. സോ അവിടെ നമുക്കൊരു ആർക്ക് ഫോം ചെയ്യുന്നുണ്ട്, AB ആർക്ക്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് 8.8 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് പെൻഡുലം OA, ദാറ്റ് ഈസ് R ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ് ഇവിടെ. സോ കോൺസെപ്റ്റ് വെച്ചിട്ട് ആർക്ക് ലെങ്ത് = θ/360 × 2πr ആണ്. ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി, ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ 8.8 ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, പക്ഷേ ഇവിടെ നമ്മുടെ ലെങ്ത് ഓഫ് പെൻഡുലം ആണ്. സോ R കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16.8 cm ആണ്. സോ ഇതാണ് പെൻഡുലത്തിലെ ലെങ്ത്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ സെക്കൻഡ് വൺ ആണ്. Next question, question 35. A solid cube is cut into two cuboids of equal volumes. The ratio of total surface area of cube to that of one of the cuboids. സോ നമുക്കൊരു ക്യൂബ് വന്നിട്ടുണ്ട്. ആ ക്യൂബിനെ 2 ക്യൂബോയിഡായിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. ആ 2 ക്യൂബോയിഡിനും ഈക്വൽ വോളിയൂംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെയും ഒരു ക്യൂബോയിഡിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് നോക്കാം. സോ ക്യൂബിൻ്റെ സൈഡ് A ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് ഈസ് TSA എന്ന് പറയുന്നത് 6a² ആയിരിക്കും. ഒരു ക്യൂബോയിഡിൽ ലെങ്ത് L, ബ്രെത്ത് B, ഹൈറ്റ് H ആണെങ്കിൽ അതിൻ്റെ TSA എന്ന് പറയുന്നത് 2 × LB + BH + HL ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ തന്നിട്ടുള്ളത് ഒരു ക്യൂബിനെ നമ്മൾ 2 ക്യൂബോയിഡായിട്ട് മുറിക്കുകയാണ്. ആ 2 ക്യൂബോയിഡിനും ഈക്വൽ വോളിയൂംസ് ആയിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂബിൻ്റെ TSAയും ഒരു ക്യൂബോയിഡിൻ്റെ TSAയും വെച്ചുള്ള റേഷ്യോസ് ആണ്. സോ തന്നിട്ടുള്ളത് നമ്മളൊരു ക്യൂബിനെ 2 ക്യൂബോയിഡായിട്ട് മുറിക്കുമ്പോൾ ക്യൂബോയിഡിൻ്റെ ലെങ്ത്തും ബ്രെത്തും ആ ക്യൂബിൻ്റെ സൈഡിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് L-ഉം B-യും = A ആയിരിക്കും. ക്യൂബോയിഡിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ക്യൂബിൻ്റെ ഹാഫ്
ഓഫ് സൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് h എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് a ആയിരിക്കും. ആൻഡ് ഇപ്പോൾ ക്യൂബിൻ്റെ TSA എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് വെച്ചിട്ട് 6a² ആണ്. ക്യൂബോയിഡിൻ്റെ TSA എന്ന് വെച്ചാൽ 2 × LB + BH + HL. ഇവിടെ എല്ലും ബിയും a ആണ്, h ഹാഫ് a ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 2 × a² + half a² + half a² എന്ന് കിട്ടും. സോ TSA ഓഫ് ക്യൂബോയിഡ് എന്ന് വെച്ചാൽ 4a² ആണ്. സോ ഇതിൻ്റെ റേഷ്യോ ആണ് വേണ്ടത് ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും. സോ റേഷ്യോ എന്ന് വെച്ചാൽ 6a² / 4a². സോ കോമണൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കിട്ടുന്നത് 3/2 ആണ്. സോ ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. സോ റേഷ്യോ നമുക്ക് 3/2 ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഇസ് 3:2. സോ സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. 2 power 10 lakh mod 7s. സോ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് നോക്കാം. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. a power p - 1 is congruent to 1 mod p ആണ്. p എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കുന്നത് 2 power 10 lakh mod 7ൻ്റെ വാല്യൂ ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 2ഉം p എന്ന് പറയുന്നത് 7 ആണ്. 7 ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് ഫെർമാറ്റ് ലിറ്റിൽ തിയറം അപ്ലൈ ചെയ്യാം. സോ 2 power 6 is congruent to 1 mod 7 ആണ്. സോ ഇപ്പം നമ്മൾ 10 lakhനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ക്വോഷ്യൻ്റ് കിട്ടുന്നത് 1,66,666 ആണ്. ആൻഡ് റിമൈൻഡർ നമുക്ക് കിട്ടുന്നത് 4 ആണ്. ദാറ്റ് ഈസ് 10 lakh is equal to 6 × 1,66,666 plus 4. സോ രണ്ട് സൈഡും ഞാൻ 2 power എടുക്കുകയാണ്. സോ 2 power 10 lakh equal to 2 power 6 × 1,66,666 plus 4. ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 power 6 ഹോൾ പവർ 1,66,666 ഇൻറ്റു 2 power 4. നമുക്കറിയാം 2 power 6 കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്. സോ മോഡ് എടുക്കുമ്പോൾ നമ്മൾ 2 power 6 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 power 1,66,666 കിട്ടും. 2 power 4 എന്ന് വെച്ചാൽ 16 ആണ്. സോ 16 mod 7 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആണ്. സോ 2 power 10 lakh mod 7ൻ്റെ വാല്യൂ 2 ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4th one ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38. When x power 5 plus x power 4 plus 5x² minus 3 is divided by x plus 2, the remainder is. സോ ഇപ്പോൾ പോളിനോമിനെ നമ്മൾ x plus 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ x power 5 plus x power 4 plus 5x² minus 3 ഉള്ളിൽ എഴുതാം, x plus 2 പുറത്ത് എഴുതാം. സോ ഫസ്റ്റ് നമുക്ക് വാല്യൂ ഉള്ളത് x power 5 ആണ്. x power 5നെ നിങ്ങൾ x വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x power 4 ആണ്. സോ ഇവിടെ നിങ്ങൾ മുകളിൽ x power 4 എഴുതാം. സോ x power 4 x plus 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് x power 5 plus 2x power 4. അതിനെ മൈനസ് ഇട്ടിട്ട് ഇവിടെ എഴുതാം. സോ ഇപ്പോൾ നിങ്ങൾ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 0 ആവും. ഇവിടെ നമുക്ക് മൈനസ് x power 4 കിട്ടും. അടുത്ത ടേം എഴുതാം. സോ മൈനസ് x power 4 പ്ലസ് 5x². ഫസ്റ്റ് ഈ ടേമിനെ നമ്മൾ x വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? മൈനസ് x³. അതിനെ നിങ്ങൾ ഇവിടെ എഴുതാം. സോ ഇത് മൈനസ് x³ x plus 2നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതെടുത്ത് ഇവിടെ എഴുതാം. എന്നിട്ടൊരു മൈനസ് പുറത്തിടണം. സോ മൈനസ് x power 4 മൈനസ് 2x³ എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 പ്ലസ് 2x³. അടുത്ത ടേം 5x² അത് എഴുതാം. ഇപ്പോൾ നമ്മൾ 2x³ x വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. സോ നമുക്ക് കിട്ടുന്നത് 2x². ഇപ്പോൾ 2x²നെയും x plus 2നെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x³ പ്ലസ് 4x² കിട്ടും. ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 കിട്ടും. ഇവിടെ x². ബാക്കി ടേം ഉണ്ട് -3 താഴെ എഴുതാം. ഇപ്പോൾ x²നെ xനെയും ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് x എന്ന ടേം കിട്ടും. xനെ x plus 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് x² പ്ലസ് 2x. ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യാം. 0 കിട്ടും. -2x -3 എഴുതാം. ഇപ്പോൾ -2xനെ x വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്നത് -2. -2നെ നമ്മൾ x plus 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്ക് കിട്ടുന്നത് -2x -4. ഇതിനെ രണ്ട് ആഡ് ചെയ്യുക. സോ 0 കിട്ടും. +1 കിട്ടും. സോ നമ്മൾ x plus 2നെ x power 5 plus x power 4 plus 5x² minus 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ 2 ആണ്.